ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ 4 നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറിയേക്കുവാ. ആ അല്ലെങ്കിലും വെട്ട് നിർത്താറായിണ്ട്. പകുതി പട്ടയും മരപ്പാ. ആ ആ നിർത്ത് ഇവിടെ തന്നെ. അയ്യോ കർത്താവേ, അപ്പച്ചൻ. എന്നാ വെച്ചേ, നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ? ഹേയ് ഇല്ലപ്പച്ച. അല്ല, തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ, പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ, അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ എന്നാ ഇത് വെച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണോ എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്ത മരുമൻ വക്കീലായത് നന്നായി. മാതാവേ കാത്തോ. സ്ലിപ്പായതാ. തന്തപ്പടി പോയോ? എന്നാന്നാ? അല്ല, അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ്, എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റ് കേസിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്ക് എത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടിൽ സാരിയാണോ കൊടുക്കാറുള്ളത്? ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നു. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ 2ാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ? ആ, കൂട്ടുകാരനായോണ്ടാ 2ാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ലേ. പാട്ടനാറില്ല. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായിപ്പേ. ഗൾഫുകാരനെയും കെട്ടി ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇത് കാക്കിയ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെ മാത്രം ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ല കറിയേ? പിന്നല്ലാതെ. മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ, പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കയറ്റി കെട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ല കറിയേ? പിന്നല്ലാതെ. ആ, അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ഓ, ആയിക്കോട്ടെ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുക? പടാ, എലി മുന്നല് കണ്ട പോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചു വരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ലേ? ഇനി വല്ല മരത്തിനാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിക്കാരൊന്നും അറിയില്ലട്ടോ. നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി, ഒട്ടും അറിയില്ലല്ലേ? നേരെയാണ്, വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണിയെ. ആ ചെമ്പത്ത് പെയിന്റ് കമ്പനിയുടെ പരസ്യം പോലെയുണ്ട്. ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വളർത്താനുള്ള. ഹലോ പറയച്ചാ,
അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. എടോ മട്ടൻ ബിരിയാണി പിന്നെ മട്ടൻ അല്ല ചിക്കൻ ഇടാൻ പറ്റും. ഇല്ല ചേട്ടൻ പിടിച്ചോ, ചേട്ടൻ കേറിയല്ലേ, കേറി ഇരുന്നോ. ഞാൻ സേഫാണ്. ഞാനിവിടെ ഇപ്പോഴത്തെ പിള്ളേരെ തൂക്കേണ്ടല്ലോ. എന്നാ അത് സേവ് ദ ഡേറ്റ് അത് എടുത്തോണ്ടിരിക്കുക. നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? മട്ടൻ ഒന്ന് തള്ളൂ. തള്ളലടാ, മട്ടൻ ബിരിയാണി തന്നെയാ. വന്ന് എണ്ണുമ്പോ അറിയാം. അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമോന്ന്. പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കൊണ്ട് ഞാൻ ചെമ്പ് വെള്ളം പോലെ നിങ്ങൾക്ക് തന്നെ തള്ളിയാ മതി. ഷൂട്ട് ചെയ്യുന്നു. നീങ്ങ വന്നേ. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. ആ പാപ്പച്ചന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് DOP കൽപ്പലമുച്ചൻ അലി അക്ബർ. മോർണിംഗ് എന്താണ് സാറേ? എന്റെ പൊന്ന് ഫോറസ്റ്റുകാര്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെ കൊച്ചിന് സേവ് ആയിട്ടാ അവരുടെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങ് മാറിക്കിടും. എന്താ ചേട്ടൊന്നും മിണ്ടാത്തെ? ഇവനെ കിട്ടാൻ 2 ദിവസം എടുക്കും. ഞങ്ങൾ വേണമെങ്കിൽ വേറെ എവിടേക്കാ പോകുന്നെ? ശ്ശോ, അയ്യോ, പതുക്കെ ഇരിക്ക്. ഒരിക്കൽ കൊല്ലൂല തന്നെ. ശ്ശോ, പപ്പാ. അയ്യോ, ഇതാരാ? പാപ്പിക്കുട്ടി. അയ്യോ ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്. സാറേ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ. ഒന്ന് അനങ്ങി വാടോ, ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ. ശരി സാർ, ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ. സാറിന് നന്നായിട്ട് അറിയാം ഇല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറയണോ? ഇവനേതാള്? ഇത് പാപ്പച്ചന്റെ. ഇയാളാണ് സാറേ, ഇയാൾ കാരണമാണ് ഈ വേട്ടാവാളിനെ എഴുതിയാൽ 100 വട്ടം പറഞ്ഞ ഇതൊക്കെ ഔട്ടവേഷനം. ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ ഇതാരാ? ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ. നല്ല മനുഷ്യനേണ്ട. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാ, ഞാൻ മാലയിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. സാറേ കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്നവിടെ ഇറച്ചി കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കിക്കോ, ഒരെണ്ണത്തിന് വിടരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ, കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ. മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. എന്നാ പറഞ്ഞേ? വലിയൊരു സംഭവം. ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കും. യെസ് സാർ. കാപ്പി ചുക്കാപ്പിയാ സാറേ? വേണ്ട. അപ്പൊ ഈ സാർ എടുത്തല്ലോ. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി പദവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനമില്ല സാറേ. പോയി ആളെന്തിടും? ഇവിടെ ഒന്നുമില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും. ആ, എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് DFOനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.